ഇനി വേതന വർധനവ് ആവശ്യപ്പെട്ട് സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം ഇന്ന് 3-ാം ദിവസത്തിലേക്ക് എത്തുകയാണ്. പലയിടത്തും സ്വകാര്യ ആശുപത്രികളുടെ പ്രവർത്തനം പൂർണ്ണമായും സ്തംഭിക്കുന്ന അവസ്ഥ വരെ എത്തി. വയനാട്ടിലെ ഏക സ്വകാര്യ മെഡിക്കൽ കോളേജായ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ സേവനങ്ങൾ പോലും മുടങ്ങിയ അവസ്ഥയാണ്. വയനാട്ടിൽ മാനന്തവാടിയിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ കേന്ദ്രമാണ് മേപ്പാടിയിലെ മൂപ്പൻസ് മെഡിക്കൽ കോളേജ്. എന്തായാലും നഴ്സുമാരുടെ സമരം ശക്തമായി തന്നെ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ മുന്നോട്ട് പോവുകയാണ്. 500-ലധികം നഴ്സുമാരാണ് ഇപ്പോൾ സമരത്തിലുള്ളത്. എന്തായാലും ആശുപത്രിയുടെ പ്രവർത്തനത്തെ ഈ സമരം കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ ക്രിട്ടിക്കൽ കെയർ, എമർജൻസി സർജറീസ്, ഇങ്ങനത്തെ ഏരിയയാണ് മെയിനായിട്ട് എഫക്ട് ചെയ്തിരിക്കുന്നത്. ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വന്നാലും അല്ലെങ്കിൽ സ്ട്രോക്ക് ആയിട്ട് വന്നാലും ഒക്കെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ഉള്ള സർവീസസ് ആണ്. അപ്പോൾ ന്യൂറോ സർജറി പേഷ്യൻസ് പോലും വരുമ്പോൾ നമുക്ക് എമർജൻസി ആയിട്ട് സർജറിക്ക് എടുക്കാൻ വേണ്ടി പോലും പറ്റുന്നില്ല. കാരണം നമുക്കറിയാം, ഓപ്പറേഷൻ തിയേറ്ററിലടക്കം നമുക്ക് സർജറി ഫെസിലിറ്റേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നഴ്സസ് അത്യാവശ്യം തന്നെ, ഒരു സംശയമില്ല. അതിൽ ആശുപത്രിയിലെത്തുന്ന രോഗികളുടെ എണ്ണവും കുറഞ്ഞിട്ടുണ്ട്. അഡ്മിഷനും IP അഡ്മിഷനും ഇപ്പോൾ നിർത്തിവെച്ച അവസ്ഥയിലാണുള്ളത്. മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ സമരം ചെയ്യുന്ന നഴ്സുമാരാണ് ആശുപത്രിയിലേക്കുള്ള വഴിയിൽ ശക്തമായി സമരം തുടരുന്നത്. 500-ലധികം നഴ്സുമാർ ഈ ആശുപത്രിയിൽ മാത്രം സമരത്തിലാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ആവശ്യങ്ങളിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ബഹുമാനായ ശ്രീ ബഷീർ സാർ ഉണ്ടെങ്കിൽ ബഷീർ സാറുമായിട്ട് സംസാരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളുടെ സ്റ്റേറ്റ് നേതൃത്വം അത് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സമയത്തിന് വേണ്ടി ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. ഇതിലൊരു എമർജൻസി ആംബുലൻസ് പോയപ്പോൾ തന്നെ ഞാൻ അവിടുത്തെ MODനെ വിളിച്ചു പറഞ്ഞൊരു കാര്യമാണ്, ഒരു ആംബുലൻസ് വരുന്നുണ്ട്, ബാരിക്കോഡുകൾ അഴിച്ചു മാറ്റൂ, നിങ്ങൾക്ക് ആവശ്യമുണ്ട് ഞങ്ങൾ സ്റ്റാഫിനെ തരും എന്ന് ഞാൻ അവരോട് പറഞ്ഞതാണ്. അത് ഇന്നും തയ്യാറായിട്ട് യൂണിഫോം ഇട്ട് EMS നോക്കൂ, അവിടെ നിൽപ്പുണ്ടവർ ട്രെയിൻഡായിട്ട്. അവർ നമ്മോട് സഹകരിക്കുന്നില്ല. അവിടെ എക്സ്പീരിയൻസ്ഡായ സ്റ്റാഫുകളുണ്ട്, ഇല്ലാന്ന് അവർ പറയട്ടെ. അതൊക്കെ വെറുതെ നുണപ്രചരണങ്ങളാണ്. 1333 രൂപ എന്ന ദിവസവേതനം കിട്ടാതെ ഞങ്ങൾ ഇവിടുന്ന് മാറില്ല. വേതന വർധനവിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് തന്നെയാണ് സമരത്തിലുള്ള നഴ്സുമാർ പറയുന്നത്. മൂപ്പൻസ് മെഡിക്കൽ കോളേജിന്റെ മാനേജ്മെന്റുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും നേതാക്കൾ അറിയിക്കുന്നു. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.